ഹലോ കൂട്ടുകാരെ, എന്താണ് ഈ സംഭവം എന്നല്ലേ? ഏതാണ്ട് ഇപ്പം ഒരു മാസം ആവാറായി കേട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞിട്ട് നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ തലേ ദിവസത്തെ ഒരു ചടങ്ങാണിത് കേട്ടോ. ഒരു പരിപാടി എന്ന് തന്നെ പറയാം. എല്ലാവരും ആഘോഷമാക്കുന്നതാണ്. നമ്മുടെ തൃക്കുവലശ്ശത്ത് അമ്പലത്തിലാണ് ഉത്സവം നടക്കുന്നത്. തൃക്കുവലശ്ശത്ത് അമ്പലത്തിൽ നിന്ന് നമ്മുടെ ഊരാളി അപ്പൂപ്പൻ അവിടെ ഒരു തേങ്ങയൊക്കെ ഉടച്ചിട്ട് വന്ന് മലനടയിൽ പോയി അവിടെ വിളക്ക് കത്തിച്ച്, നമ്മുടെ അമ്മുമ്മക്കാവ് വന്ന് അവിടെയും വിളക്ക് കത്തിച്ച്, ചിറവരമ്പത്ത് അമ്പലത്തിൽ വന്ന് അവിടുന്ന് അനുഗ്രഹം വാങ്ങിച്ച് അടയ്ക്കാമരം മുറിക്കാൻ തുടങ്ങി. ഈ അടയ്ക്കാമരം മുറിക്കുന്നതിന് മുമ്പിട്ട് ഒരു അടയ്ക്കാമരത്തിൻ്റെ തൈ നട്ടിട്ട് വേണം അടുത്തത് മുറിക്കാൻ. ആ മുറിച്ച അടയ്ക്കാമരം നമ്മുടെ നാട്ടിലെ കുറച്ച് ചേട്ടന്മാരെല്ലാം കൂടെ ഘോഷയാത്രയായിട്ട് തറയിൽ വീഴാതെ പിടിച്ചിട്ട് അതിങ്ങനെ ഘോഷയാത്രയായിട്ട്, കൊടിമര ഘോഷയാത്ര നമ്മളൊക്കെ പറയുന്നത് കേട്ടോ, ഘോഷയാത്രയായിട്ട് ഇങ്ങനെ അമ്പലത്തിൽ കൊണ്ടുവന്ന് നാട്ടി വെക്കും. ഇത് നമ്മുടെ എല്ലാ വർഷവും നമ്മുടെ ഒരു കുംഭഭരണിക്കാണ് നമ്മുടെ ഉത്സവം. അശ്വതി തിരുനാളിനാണ് ഇത് നടക്കുന്നത്. അങ്ങനെ നമ്മുടെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നത്. അപ്പം ഞാനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അച്ഛൻ പിന്നെ ആദ്യമേ പോയി, അനീത്തിയുണ്ട്. ഏട്ടനില്ല, ഏട്ടന് അത്യാവശ്യമായിട്ട് 2 വർക്ക് ഉണ്ടായതുകൊണ്ട് ഉത്സവത്തിനും ഇല്ലായിരുന്നു, തലേന്നത്തെ പരിപാടിക്കും ഇല്ലായിരുന്നു. അങ്ങനെ ദാണ്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തിയിട്ട് അമ്പലത്തിലേക്ക് നടന്നു പോവാം. അങ്ങനെ അമ്പലത്തിൽ പോയി അവിടെ എല്ലാം തൊഴുത് പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് പറയൊക്കെ ഇട്ട് പിന്നെ നാളെ തിരിച്ച് വന്നിട്ട് അവിടെ അന്നദാനം ഉണ്ടായിരുന്നേ. ഉച്ചയ്ക്കുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ രാത്രിയിൽ അന്നദാനത്തിലേക്ക് പോയപ്പോൾ അച്ഛൻ അവിടെ ആദ്യമേ ഹാജരായി ചോറൊക്കെ കഴിച്ചിട്ട് അവിടെ ഇരിപ്പുണ്ട്. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ശ്രീകുട്ടി അതിനിടയ്ക്ക് ഇരിപ്പുണ്ട്, അമ്പുക്കുട്ടൻ്റെയൊക്കെ തൊട്ടപ്പുറത്തായിട്ട്. അതുകൊണ്ട് ഈ ഇരിക്കുന്നതൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ആയിട്ട് ഞാൻ പണ്ട് പഠിപ്പിച്ചിരുന്ന എൻ്റെ കുഞ്ഞുങ്ങളാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല നാടൻ പാട്ടും ദൃശ്യാവിഷ്കാരം അതൊക്കെ നല്ല പ്രോഗ്രാംസ് ആയിരുന്നു. പ്രോഗ്രാംസൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇരുന്ന് നല്ല അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. ശ്രീകുട്ടി അമ്പുക്കുട്ടനൊക്കെ ശരിക്കും എൻജോയ് ചെയ്തേ. അതുകൊണ്ട് ആ പ്രോഗ്രാംസിൻ്റെ കുറച്ച് ഭാഗം നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം കേട്ടോ. അതാണ്ട് ഈ രൂപം കണ്ടില്ലേ, ഈ ഒരു തെയ്യക്കോലം പോലെ, ഇതാദ്യം ഈ പുള്ളി വന്നിട്ട് ശ്രീകുട്ടി എടുത്തതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ ഷീക്കു പേടിച്ച് ഭയന്നോടെ ഇരിപ്പുണ്ട്. പിന്നെ വേറെ കുഞ്ഞിനെയൊക്കെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചു. നല്ല അടിപൊളി ദൃശ്യാവിഷ്കാരങ്ങളൊക്കെ ആയിരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്പുക്കുട്ടനും നാട്ടിലെ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളും എല്ലാം കൂടെ സ്റ്റേജിലേക്ക് അങ്ങ് കയറി കേട്ടോ, ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതീ വരുന്ന വീഡിയോയ്ക്ക് ഇടയ്ക്ക് വെച്ചിട്ട് കാണാം. ഞാനൊരു ആരോ മാർക്കിട്ടിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവനെ കാണാം. ഭയങ്കര കളിയായിരുന്നു. സ്റ്റേജിനകത്ത് കയറി കുഞ്ഞുങ്ങളും എല്ലാവരും കൂടെ. എന്തായാലും മക്കളെല്ലാം നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ. താനോ താനിന്താനോ താനിന്നാനോ തക തക താനോ താനിന്താനോ താനിന്നാനോ താനോ താനിന്താനോ താനിന്നാനോ തക തക താനോ താനോ താനിന്താനോ താനിന്നാനോ തക തക താനോ താനിന്താനോ താനിന്നാനോ അകിന്നച്ച മുത്തച്ച കാരണന്മാരെ ഞങ്ങളിവിടെ കൊട്ടിപ്പാറയും കേട്ടോ. കണ്ടില്ലേ അമ്പുക്കുട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഇന്ന് കളിക്കുന്നത്. അവിടെ പിന്നെ പ്രായത്തിൻ്റെ വ്യത്യാസമൊന്നും ഇല്ല. കുറേ ചേട്ടന്മാർ, അപ്പൂപ്പന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവരും കളിയായിരുന്നു. മഴയ്ക്ക് വെട്ടി മുളച്ചൊരു പൊന്നിൽ താമര മുത്താണ് കുസിമോനകടി പപ്പട പോലെ എല്ലാവരും കൊമ്പ് 14 ജില്ല 16 ആ മരം നോക്കാൻ നമ്മുടെ മുത്താശാരി മക്കള് ആധാരം കൊണ്ടല്ലേ മത്തിക്കപ്പലി പോലല്ലേ വക്കത്തെ അടുപ്പിച്ച് ആധാരം കപ്പലി എന്തെല്ലാ ചെറുക്കുണ്ട് കത്തി കപ്പിക്കാര് ബോട്ട് മാത്രം വിട്ടറന്നാവോ. ഞാനിതിൽ ആഡ് ചെയ്തിരിക്കുന്ന സോങ്ങും ഈ ഇവരുടെ തന്നെ പ്രോഗ്രാമിനിടയ്ക്കുള്ളതായിരുന്നേ. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് അവസാനം സ്റ്റേജിൽ നിന്ന് വലിച്ചിറക്കി പിള്ളേരെ ഇറക്കേണ്ട അവസ്ഥയായി പോയി. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി.